കടങ്ങോട് പാറപ്പുറത്ത് നിന്ന് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുൻപ് കാണാതായ പ്രദേശവാസിയായ കരുവാത്തു വീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയോട്ടിയും അസ്ഥികളുമെന്നാണ് നിഗമനം. കൃഷ്ണൻ തൂങ്ങി മരിച്ചതാകാമെന്നതിനുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ തലയോട്ടി കണ്ടത്. പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിന് വേണ്ടി എത്തിയ നാട്ടുകാരനായ വിഷ്ണുവാണ് തലയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിച്ചു. ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് തലയോട്ടി കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. മരം മുറിക്കുന്ന സമയത്ത് കയറി ചേട്ടൻ പോയപ്പോ കണ്ടതാണ്. അപ്പൊ എല്ലിന്റെ കഷ്ണം, തലയോട്ടി, പിന്നെ എല്ലിന്റെ കഷ്ണങ്ങൾ കണ്ടു. പിന്നെ അത് നോക്കിയപ്പോ കവറ് കിട്ടി. അതില് ബാങ്ക് പാസ്ബുക്കും ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. മരം മുറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോഴേ ഒരു തലയോട്ടിയും അതുപോലെ എല്ലിന്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ പറമ്പിന്റെ ഉടമസ്ഥനെ അറിയിച്ചതിന് ശേഷം പോലീസിൽ അറിയിച്ചു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബാങ്ക് പാസ്ബുക്കും അതുപോലെ തന്നെ കുറച്ച് ചില്ലറ പൈസയും കൂടിയിട്ടൊരു കവറിൽ ഇരുന്നിരുന്നു. പാസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹം അവിടുന്ന് ഒരു ഏകദേശം 3 മാസത്തിനടുത്തായിട്ട് മിസ്സിംഗ് ആണ്. അപ്പൊ പിന്നെ അതിന് ശേഷം അദ്ദേഹത്തിന് വേറെ എവിടെയും കണ്ടിട്ടില്ല. ആളിങ്ങനെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അന്വേഷണം കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പോവാവുന്ന സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു. അപ്പൊ അവിടെ തന്നെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും ഇത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് മകൻ വന്നിട്ട് ചെരുപ്പും ഇതൊക്കെ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അത് ആളുടെ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി. ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറമ്പിലെ മാവിന്റെ കൊമ്പിൽ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസ് നിഗമനം. മരത്തിന്റെ കൊമ്പിൽ പൊട്ടിയ കയറിന്റെ കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട്. മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവും കിടക്കുന്നുണ്ട്. പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടി താഴെ വീഴുകയും തുടർന്ന് പന്നിയും കുറുനരിയും നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയതെന്നാണ് കരുതുന്നത്. കൃഷ്ണന്റെ ഭാര്യ ശാരദ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു. അഭിലാഷാണ് മകൻ. കൃഷ്ണനെ ഇവരെ കൂടാതെ പാലക്കാട് മറ്റൊരു ഭാര്യയും മകളുമുണ്ട്. ഇടയ്ക്ക് നാട് വിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ. വർഷങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത്. സയന്റിഫിക് ഓഫീസർ MS ഷംന, ഫിംഗർ പ്രിന്റ് ഇൻസ്പെക്ടർ KP ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി.